യുദ്ധം അവസാനിച്ചാലും ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയാലും ഗാസയെ കാത്തിരിക്കുന്നത് പ്രതിസന്ധികളും വെല്ലുവിളികളും തന്നെയായിരിക്കും. പ്രധാനമായും പുനർനിർമ്മാണം, നിയമക്രമ പ്രശ്നങ്ങൾ, അതിജീവിച്ചവരുടെ മാനസികാഘാതം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാവും ഗാസയെ ഭീകരമായ തോതിൽ ബാധിക്കാൻ പോകുന്നത്. യുദ്ധത്തിന്റെ കെടുതികൾക്ക് ശേഷം ഒരു സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഗാസ അതിജീവിക്കുമോ? യുദ്ധം അവസാനിച്ചാലും ഗാസയിലെ ജനങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വംശഹത്യയുടെ ആഴത്തിലുള്ള ആഘാതമാണ്. കുടുംബാംഗങ്ങളും വീടും ഭാവിയും നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ദുരന്തം ഉൾക്കൊള്ളാൻ പോലും സമയം ലഭിച്ചിട്ടില്ല. ഈ കൂട്ടായ മാനസികാഘാതം സമീപകാലത്ത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് നടത്തിയ പല സർവേകളിലും ഗാസയിലെ 4/3 കുട്ടികളും വിഷാദം, ഭയം, ദുഃഖം എന്നിവയോടെയാണ് ജീവിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുന്നു. ഇപ്പോൾ യുദ്ധത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട 17,000-ത്തിലധികം കുട്ടികൾ ഗാസയിലുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു വംശഹത്യയാകുന്നത്. ഇവർക്ക് സുരക്ഷിതമായ ഒരു ഭാവി ഉണ്ടാകുമോ എന്നത് അനിശ്ചിതത്വത്തിലാണ്. ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ഗാസയെ വീണ്ടും വാസയോഗ്യമാക്കുക എന്നത് അതീവ ദുഷ്കരമായ ദൗത്യമാണ്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ 90% കെട്ടിടങ്ങളും നശിപ്പിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ആശുപത്രികൾ, സർവകലാശാലകൾ, മറ്റു കെട്ടിടങ്ങൾ എന്നിങ്ങനെ എല്ലാം തന്നെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗാസയുടെ പുനർനിർമ്മാണത്തിന് $50 ബില്യൺ ആവശ്യമായി വരും. പ്രദേശം വീണ്ടും താമസയോഗ്യമാക്കാൻ കുറഞ്ഞത് 15 വർഷമെങ്കിലും എടുത്തേക്കാം. യുദ്ധാനന്തരമുള്ള രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ ഗാസയിൽ പുതിയ സുരക്ഷാ പ്രശ്നങ്ങൾക്കും വഴി തുറന്നേക്കാം. ഭരണപരമായ പ്രതിസന്ധികളും വിഭാഗീയതയുമെല്ലാം ഗാസയെ കാത്തിരിക്കുന്നുണ്ട്. വെടിനിർത്തൽ വ്യവസ്ഥകളിൽ പറയുന്നതുപോലെ ഹമാസ് അധികാരമൊഴിഞ്ഞാൽ ഗാസ നിയമവാഴ്ചയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. നിലവിൽ ഹമാസ് സുരക്ഷാ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഉറപ്പാക്കുന്നുണ്ടെന്നതാണ് അതിന്റെ കാരണം. മറ്റൊന്ന്, യുദ്ധസമയത്ത് ഇസ്രയേൽ മനഃപൂർവ്വം ഗാസയിൽ കവർച്ചാ സംഘങ്ങളെ വളർത്തിയിരുന്നു. ഇസ്രയേൽ പോയാൽ ഈ സംഘങ്ങളെ പലസ്തീൻ സമൂഹം ഒറ്റപ്പെടുത്തുമെന്ന് കരുതുന്നുണ്ടെങ്കിലും താൽക്കാലികമായ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെച്ചേക്കാം. അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ച പലസ്തീൻ അതോറിറ്റിയെ നിയന്ത്രിക്കുന്ന ഫത്തായും ഹമാസും തമ്മിലുള്ള തർക്കം വർദ്ധിച്ചേക്കാം. പ്രാദേശിക ശക്തികളുടെയോ ഇസ്രയേലിന്റെയോ പിന്തുണയോടെ നാടുകടത്തപ്പെട്ട ഫത്ത നേതാക്കൾ ഗാസയിലേക്ക് മടങ്ങിയെത്തിയാൽ പല സംഘർഷങ്ങൾക്കും ഇത് കാരണമായേക്കാം. 2007 ഹമാസ് ഫത്ത ആഭ്യന്തര യുദ്ധത്തിന്റെ സാധ്യതകൾ വീണ്ടും ഉയർന്നുവരാൻ പോലും സാധ്യതയുണ്ട്. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചാലും ഗാസയുടെ ഭാവി എന്നത് അതിജീവിച്ചവരുടെ പ്രതീക്ഷയും രാഷ്ട്രീയ അനിശ്ചിതത്വവും തകർന്നടിഞ്ഞ ഭൗതിക സാഹചര്യങ്ങളും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായിരിക്കും. ഈ വെല്ലുവിളികൾ മറികടക്കാൻ പലസ്തീൻ ജനതയുടെ ഇച്ഛാശക്തി മാത്രം പോരാ, ശക്തമായ അന്താരാഷ്ട്ര ഇടപെടലും പിന്തുണയും അനിവാര്യമാണ്.